BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഈ കേസിലെ വിധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ടല്ല കാണുന്നത്. ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് തൻ്റെ പ്രൊഫഷനോട് അധികം നീതി പുലർത്തിയില്ല. തൊണ്ടി മുതൽ മാറ്റം വരുത്തി കേസ് ജയിക്കാൻ വേണ്ടി. അതൊരിക്കലും ഒരു വക്കീൽ ചെയ്യാൻ പാടില്ല. ഇത് പ്രൊഫഷനെയാണ് അദ്ദേഹത്തിനെ ബാധിക്കുന്നത്, പൊളിറ്റിക്സിനെ മാത്രമല്ല, പ്രൊഫഷനെ ബാധിക്കുകയാണ്. മാത്രമല്ല, ആ സത്യം പുറത്തറിയുന്നത് ഇതേ കേസിലെ പ്രതി മറ്റൊരു കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ സത്യം പുറത്തു വരുന്നത്. അതും അപ്പോഴേക്കും വർഷത്ര കഴിഞ്ഞു, 90-ലാണ് സംഭവിച്ചത്. അപ്പോൾ 10-30 കൊല്ലം കഴിഞ്ഞു. പക്ഷെ എങ്കിലും തെളിവുകൾ സത്യം പറഞ്ഞു. അതാണ് ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട. സാധാരണ ഒരു 5 വർഷം കഴിഞ്ഞാൽ തെളിവുകളില്ലാതാവും. ഇത് 10-30 വർഷം കഴിഞ്ഞിട്ടും തെളിവുകൾ നിലനിന്നു. നന്നായി തന്നെ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമായി ശ്രീ ആൻ്റണി രാജുവിന് കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പോലെ ഇത് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തില പ്രൊഫഷനും മോശമായില്ലേ. രാഷ്ട്രീയത്തിൻ്റെ കാര്യം ചോദിക്കാനില്ല, ആ പണി ഏതാണ്ട് കഴിഞ്ഞു. പക്ഷെ അതല്ല, ഒരു പ്രൊഫഷനോട് നീതി കാണിക്കേണ്ട ഒരു വക്കീലാവുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശിക്ഷാവിധി സ്വാഗതമാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.